നാളെ ചിൽഡ്രൻസ് ഡേ ഒക്കെ അല്ലേ, നമുക്കൊരു തേനീച്ച ബാൻഡ് അങ്ങ് ചെയ്താലോ? അതിന് വേണ്ടിയിട്ടൊരു പേപ്പർ അങ്ങെടുത്ത് ഒരു കുഞ്ഞു വട്ടം 3 വലിയ വട്ടവും വരയ്ക്കാം. ആ വട്ടത്തിനൊക്കെ ഇതേപോലെ കളർ കൊടുക്കുക. 2 മഞ്ഞ വട്ടവും 2 പച്ച വട്ടവും. ഇതിലൊരു ബ്ലാക്ക് വട്ടവും കൂടി വരുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് കുറച്ച് സ്ട്രിപ്സൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കളർ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ബാൻഡ് ആകുമ്പോൾ ഒരു സ്ട്രാപ്പ് വേണ്ടേ, അപ്പോൾ സ്ട്രാപ്പിന് വേണ്ടിയിട്ടൊരു സ്ട്രിപ്പും കൂടി കളർ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ ഇതെല്ലാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ വലിയ വട്ടത്തിൽ ഈ കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് സ്ട്രിപ്പുകളും കൂടെ ഒട്ടിച്ച് സെറ്റാക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ തേനീച്ചക്കൂട്ടിന് വേണ്ട കൊമ്പുകൾ സെറ്റ് ചെയ്യുക. ഇത് ചെറിയ മറ്റേ നമ്മൾ ഓൾറെഡി എടുത്ത സ്ട്രിപ്പിൻ്റെ പൊക്കത്ത് ചെറിയ 2 മഞ്ഞ വട്ടങ്ങൾ ഒട്ടിക്കുക. 2 കുഞ്ഞു കണ്ണുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമ്മുടെ തേനീച്ചക്കൂട്ടൻ്റെ 2 ചിറകുകൾ റെഡിയാക്കാം. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ എല്ലാം പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സൈഡാണ്, പക്ഷേ തേനീച്ചക്കൂട്ടൻ്റെ നമ്മുടെ ചിറകുകൾ മാത്രം 2 സൈഡും പെയിൻറ്റ് ചെയ്തെടുക്കണേ. പിന്നെ നമ്മുടെ ആ സ്ട്രിപ്പ് ഒട്ടിച്ചതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയുക. നമ്മുടെ ആ കുഞ്ഞു വട്ടം മഞ്ഞവട്ടം മേളിൽ ഒട്ടിച്ച് നമ്മുടെ തേനീച്ചക്കൂട്ടൻ്റെ തലയായി 2 കണ്ണൊട്ടിക്കുക, കൊമ്പുകൾ ഒട്ടിക്കുക, പിന്നെ നമ്മുടെ ചിറവും കൂടി ഒട്ടിച്ച് സെറ്റാക്കുക. പിന്നെ നമ്മുടെ തേനീച്ചക്കൂട്ടൻ്റെ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന വാലും കൂടെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂട്ട് തേനീച്ച റെഡിയായി. പിന്നെ നമുക്ക് ബാൻഡ് സെറ്റ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ കൈയുടെ അളവൊക്കെ നോക്കി ചെറിയൊരു കട്ടിങ് ഇട്ട് സെറ്റാക്കിയിട്ട് നമ്മുടെ തേനീച്ചക്കൂട്ടനെ അതിൻ്റെ പൊക്കത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചൊന്ന് റെഡിയായി കഴിയുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലതിടാം, ഇട്ട് സെറ്റാക്കാം. അങ്ങനെ നമ്മുടെ ക്യൂട്ട് തേനീച്ചക്കൂട്ടൻ ബാൻഡ് റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ.